എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പാലക്കാട് എത്തിച്ചേരും. 10:30 പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ ഉണ്ടാകും. 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഗൂഗിൾ VS ഉണ്ട്. മേഴ്സി കോളേജിന്റെ അടുത്ത് നിന്നും ബെനിൽ 5 വിളക്കിൽ നിന്നുണ്ട്, ലിഷോയ് കോട്ട് റോഡിൽ നിന്നുണ്ട്, രാഗൻ സുൽത്താൻപേട്ട ഭാഗത്തു നിന്നുണ്ട്, പ്രദീപ് ജോസഫ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തും ചേരുന്നുണ്ട്. ആദ്യം ഗൂഗിളിലേക്ക്. ഗൂഗിൾ, വലിയ ആവേശത്തിരയിളക്കമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP. പ്രധാനമന്ത്രിയുടെ വരവ് അതിന് വലിയ തോതിൽ സഹായമാവുകയും ചെയ്യും. എങ്ങനെയാണ് പാലക്കാട്ടെ ഈ ഒരു ആവേശത്തിന് BJP ഒരുക്കങ്ങൾ നടത്തിയത്? എങ്ങനെയൊക്കെ പ്രവർത്തകരെ എത്തിച്ചു? തീർച്ചയായിട്ടും വലിയ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് BJP പ്രവർത്തകരെ എത്തിക്കുന്നത്. പ്രധാനമായും റോഡ് ഷോ നടക്കുന്ന ഭാഗത്താണ് പ്രവർത്തകരുള്ളത്. 50,000-ഓളം പേരെ അണിനിരത്തിയുള്ള ഒരു മഹാപ്രകടനത്തിന് തന്നെയാണ് BJP കോപ്പുകൂട്ടുന്നത്. അതേസമയം തന്നെ അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ പാലക്കാട് നഗരമെന്ന് പറയാതെ വയ്യ. ഞാനിപ്പോഴുള്ളത് ഈ മോദി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഹെലിപാഡിന് സമീപമാണ്. ഇവിടെ നിന്നൊക്കെ തന്നെ ആളുകളെ മുഴുവനായി തന്നെ പോലീസ് മാറ്റിയിട്ടുണ്ട്. ആർക്കും ഈ സമീപത്തോ വഴിയരികിലോ ഒന്നും തന്നെ നിൽക്കാൻ അനുവാദമില്ല. മാധ്യമപ്രവർത്തകർക്കടക്കം ഇവിടെ നിൽക്കരുതെന്നാണ് പറയുന്നത്. ഈ ബാരിക്കേഡിനിപ്പുറം ഈ തട വച്ചിട്ടുള്ളതിന് പിന്നിൽ മാത്രമാണ് പ്രവേശനമുള്ളൂ. പൊതുജനങ്ങൾക്കൊന്നും തന്നെ വഴിയരികിലോ ഒന്നും നിൽക്കാൻ അനുവാദമില്ല. 500ഓളം പോലീസിനെ നിരത്തിയാണ് ഈ ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. നമുക്ക് പിന്നീട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമായി അറിയാം. പാലക്കാടൊക്കെ തന്നെ വളരെയധികം BJP പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഇന്ന് റോഡ് ഷോ നടക്കുന്നത്. 50,000 പേരെ അണിനിരത്തിക്കൊണ്ട് പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായി ഇത്തരത്തിലൊരു റോഡ് ഷോ നടക്കുമ്പോൾ അതിലെന്തായാലും പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു ആവേശം ഉണ്ടാകും. അങ്ങനെ അവരുടെ ആത്മവിശ്വാസം കൂട്ടാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. 3 സ്ഥാനാർത്ഥികൾ പ്രധാനമായും ഇന്ന് മോദിയുടെ റോഡ് ഷോയ്ക്ക് മോദിയോടൊപ്പം ഉണ്ടാകും. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ മലപ്പുറത്തെയും പൊന്നാനിയിലെയും NDA സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയിലൊപ്പം ഉണ്ടാകും. അത് സ്വാഭാവികമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മോദി ഒരു ആദ്യമായി റോഡ് ഷോ പാലക്കാട് നടത്തുന്നു എന്നുള്ളതിൻ്റെ ആവേശം പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ഇരുവശത്തുമായി തമ്പടിച്ചു കഴിഞ്ഞു. നമുക്ക് അവരിലേക്ക് കൂടി പോകാം. ബെനിൽ, രാഗനും ഒക്കെ ഈ പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ട്. ബെനിൽ, വലിയ ആവേശം തീർച്ചയായും ഈ അടുത്ത മണിക്കൂറുകളിൽ പാലക്കാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു അല കേരളം മുഴുവൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും BJP നേതൃത്വത്തിനൊക്കെ ഉണ്ടാകാം. എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്? അവരുടെ ഒരു ആവേശവും എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ? ദിവിഷ്, വലിയ ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ BJPക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലത്തുകൂടിയാണ് ഈ റോഡ് ഷോ കടന്നു പോകുന്നതെന്നാണ്. അതായത് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അത്തരത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിലൂടെ 5 വിളക്ക് ജംഗ്ഷൻ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് ഈ റോഡ് ഷോ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രിയെ കാത്ത് രാവിലെ മുതൽ തന്നെ BJP പ്രവർത്തകർ ഈ റോഡിന് ഇരുവശവുമായി കാത്തു നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണ്. പാലക്കാടൻ റോഡ് ഷോയുമായി നരേന്ദ്രമോദി പാലക്കാട് പിടിക്കാനിറങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിൽ 2 ലക്ഷത്തിലധികം വോട്ടുകൾ ലോക്സഭയിൽ കഴിഞ്ഞ തവണ നേടിയ മണ്ഡലത്തിൽ ഇത്തവണ BJP ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ അവരുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം മോദി പാലക്കാടേക്ക് എത്തും. കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം പാലക്കാടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. 10:15 പ്രധാനമന്ത്രി പാലക്കാട് ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷം ഒരു 15 മിനിറ്റിനകം ഈ റോഡ് ഷോ ആരംഭിക്കുന്ന 5 വിളക്ക് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. തെക്കൻ കേരളം കേന്ദ്രീകരിച്ചു തന്നെ പ്രധാനമന്ത്രി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന് നമുക്ക് പറയാം. കോയമ്പത്തൂരിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം പോകുന്നത് അത് സേലത്തേക്കാണ്. അങ്ങനെ തെക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മോഡി പോകുന്നു. അതായത് തെക്കേ ഇന്ത്യ പിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തന്നെ അവർ കൊണ്ടുപോകുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അവരുടെ ആവേശത്തിലേക്ക് വേണമെങ്കിൽ പോകാം. എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്? ചേട്ടാ, ഏത് ഭാഗത്താണ് വരുന്നത്? ഞാൻ പാലക്കാട് വടക്കന്തറ. പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തുമ്പോൾ എന്താണ്, ശക്തമായൊരു പ്രചാരണത്തിലേക്ക് പോകുമോ? ലോകരാഷ്ട്രങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി പാലക്കാട് വരുന്ന സമയത്ത്, എൻ്റെ നാട്ടിൽ വരുന്ന സമയത്ത് വളരെ ആവേശത്തോടെ അദ്ദേഹത്തെ കാണാൻ നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് പേര് ഇവിടെ കൂടിയിരിക്കുകയാണ്. ഈ പാലക്കാട് നഗരത്തിലുള്ളവർ തന്നെ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നു, മോദിയെ കാത്തു നിൽക്കുന്നു. അങ്ങനെ
പാലക്കാട് നഗരസഭ എന്നത് BJP ഭരിക്കുന്ന ഒരിടമാണ്. അവിടെ ഏറ്റവും ശക്തമായ രീതിയിൽ കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രചാരണത്തിലേക്ക് BJP കടക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി പോകുന്നത് സേലത്തേക്കാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു. രാഗിൻ നിൽക്കുന്നിടത്തും വലിയ ജനക്കൂട്ടമുണ്ട്. രാഗിൻ, ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്. തീർച്ചയായും BJPക്ക് ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായൊരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ജനക്കൂട്ടമൊക്കെ എങ്ങനെ വോട്ടായി മാറും എന്നാണ് കണ്ടറിയേണ്ടത്. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്? അവരുടെ ഒരു പ്രതീക്ഷകളും എങ്ങനെയാണ്? ദിവിഷ്, തിരുവനന്തപുരവും തൃശ്ശൂരും കഴിഞ്ഞാൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ഇക്കുറി 400-ലധികം എന്നതാണ്. അതായത് ദക്ഷിണേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും BJPക്ക് ഇക്കുറി വിജയിച്ചാൽ മാത്രമേ ആ നിലയിലേക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ ഈ റോഡിന്റെ ഇരുവശവും പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വലിയ ജനസഞ്ചയം തന്നെയാണ്. അവരുടെ നേതാവിനെ സ്വീകരിക്കാൻ അവർ രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. കനത്ത ചൂടാണ് പാലക്കാട്. പക്ഷേ ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിനായി പ്രവർത്തകരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. 3 സ്ഥാനാർത്ഥികൾ, പാലക്കാടിന്റെ C. കൃഷ്ണകുമാർ ഉൾപ്പെടെ 3 സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ അണിനിരക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? തച്ചമ്പാറ, മണ്ണാർക്കാട്. പ്രധാനമന്ത്രിയെ കാണാൻ രാവിലെ തന്നെ എത്തിയല്ലേ? പ്രധാനമന്ത്രിയെ കാണാൻ 8:30 മണിക്ക് ഇവിടെ എത്തിയതാ. എങ്ങനെ വരും? ഞങ്ങള് ബസ്സിനാ വന്നത്. എന്താണ് ഇപ്രാവശ്യം പ്രതീക്ഷ? ഇപ്രാവശ്യം പാലക്കാട് എടുക്കോ? BJP എടുക്കും, തീർച്ചയായിട്ടും. നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി C. കൃഷ്ണകുമാർ ജയിക്കും. ഈ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഊർജം കൂടുമല്ലോ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതെ 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 അതെ. എങ്ങനെയാണ്? തീർച്ചയായിട്ടും എടുക്കും. അതായത് നരേന്ദ്രമോദിയുടെ ആ വികസന പ്രഭാവം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് എൻ്റെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാരേട്ടൻ്റെ മുൻ ഭൂരിപക്ഷത്തോടുകൂടിയ വിജയ സാധ്യതകളാണ് ഈ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല ഭാഗങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രൈബൽ മേഖലയിൽ, അതുപോലെ ഹരിജൻ മേഖലയിലൊക്കെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അവരുടെ ആ ദുർഭരണം അവർ മടുത്തുകൊണ്ട് NDA സർക്കാരിൻ്റെ കൂടെ ചേരാനുള്ള ആ എല്ലാ പ്രവണതയും അല്ലെങ്കിൽ താല്പര്യം അവർ കാണിക്കുന്നുണ്ട്. പാലക്കാടിന്റെ ഗ്യാരണ്ടിയാണ് മോദിജിക്ക്. പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിനായി അവരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ ശേഷം നേരെ പോകുന്നത് സേലത്തേക്കാണ്. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തമിഴ്നാട്, കേരളം, ആന്ധ്ര, തെലങ്കാന ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രചരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നൊക്കെ സീറ്റ് വിഹിതം ഉണ്ടാവുക എന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ കഴിഞ്ഞ 2 തവണയായി BJP രണ്ടാമതെത്തിയിരുന്നു. ഒന്ന് പാലക്കാടും മലമ്പുഴയും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ അടക്കം ഈ സന്ദർശനം, ഈ സമ്പർക്കം ഒക്കെ തന്നെ വരും നാളുകളിലൊക്കെ തന്നെ BJPക്ക് ഒരു അസറ്റ് ആകും എന്നതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. 6 A ക്ലാസ് മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ഒന്നാണ് പാലക്കാട്. ശരിയാണ്. രാഗിനെന്തായാലും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 400 സീറ്റുകൾക്ക് മുകളിലേക്ക് നേടുക എന്ന BJPയുടെ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ദക്ഷിണേന്ത്യയിലും അവർക്ക് നിലവിലുള്ള സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തിയേ മതിയാകൂ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച്, കേരളവും തമിഴ്നാടും ഒക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രചാരണ പരിപാടികളിലേക്ക് പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് പ്രദീപ് ജോസഫിലേക്ക് കൂടി. പ്രദീപ്, ഇപ്പോൾ പ്രവർത്തകർ പറയുന്നുണ്ട്, വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീകണ്ഠനും A. വിജയരാഘവനുമാണ് എതിരാളികളായി നേർക്കുനേർ വരുന്നത്. ഒപ്പം C. കൃഷ്ണകുമാർ. എന്തായാലും മത്സരം ഒരു ത്രികോണ പോരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രചാരണ പരിപാടികളുടെ ആവേശം കാണുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. എങ്ങനെയാണ് പ്രദീപ് നിൽക്കുന്നിടത്ത് ജനങ്ങളുടെ ഒരു പ്രതികരണവും ഈ സാധ്യത ചർച്ചകളും ആളുകളുടെ? കിലോമീറ്റർ റോഡ് ഷോയിലൂടെ കടന്നു വന്നാണ് അദ്ദേഹം ഇവിടെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് എത്തുക. വാഹനത്തിലുള്ള റോഡ് ഷോയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും കാത്തു നിൽക്കുന്ന ആളുകൾക്ക് സർപ്രൈസ് നൽകാറുള്ള ഒരാളാണ് പ്രധാനമന്ത്രി, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം റോഡിലൂടെ ഇറങ്ങി നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന A ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. 2014 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് വിഹിതം വലിയ തോതിൽ 2019 പാലക്കാട് മണ്ഡലത്തിൽ ഉയർത്താൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ 2014 2019 വോട്ട് വിഹിതം ഉയർത്തി വിജയത്തിലേക്ക് എന്നുള്ള പ്രതീക്ഷയുമായാണ് C. കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കുന്നത്. ഇന്ന് ഈ പാലക്കാട് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുമ്പോൾ അത് പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ മാത്രം ഭാഗമായിട്ടല്ല, മറിച്ച് മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലൂടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഇന്നലെ തന്നെ പാലക്കാട് എത്തിയിരുന്നു. അദ്ദേഹവും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും. നമുക്കറിയാം
പാലക്കാട്ടെ ചൂടെന്ന് പറയുന്നത് ഇന്നലെ ചിലയിടങ്ങളിൽ, അതായത് മലമ്പുഴയിലും മുണ്ടൂരും മറ്റും 40 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. മറ്റിടങ്ങളിൽ ഏതാണ്ട് 39 ഡിഗ്രി ചൂട്. ആ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. റോഡിന്റെ ഇരുവശവും അദ്ദേഹം എറണാകുളത്തും തൃശ്ശൂരിലുമൊക്കെ റോഡ് ഷോ നടത്തിയപ്പോൾ, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ പൊതുസമ്മേളനം നടത്തിയപ്പോൾ പങ്കെടുത്ത ജനത എങ്ങനെയാണോ അതുപോലെ, അതല്ലെങ്കിൽ അതിലും ഒരു പടി കൂടി കടന്നു തന്നെയാണ് പാലക്കാട്ടെ ആളുകൾ ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. പാലക്കാട് ഈ ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ മോഡിയുടെ വരവ് കാരണം എല്ലാവരും ചൂടിനെയൊന്നും വഹിക്കുന്നില്ല. 39-40 ഇന്നലേക്ക് വന്നത്. 12-1 മണി കഴിഞ്ഞാൽ വരും. എന്തായാലും ഒരു ചേഞ്ച് വേണമെന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. ഇന്നലെ 40 മലമ്പുഴയിലൊക്കെ, മലമ്പുഴ മുണ്ടൂര് ഇവിടെ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടാണോ അതോ ഈ പ്രകൃതി? തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്, ഒറിജിനൽ ചൂടുണ്ട്. രണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് അറിയുന്നില്ല ചൂടിൻ്റെ. അതെ, പ്രകൃതിയുടെ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രായമായ അമ്മച്ചിമാരോട്, അമ്മച്ചി എവിടുന്നാ വരുന്നേ? ഈ ചൂടത്തെ വന്ന് നിൽക്കണം. മോദിയെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എങ്ങനെയുണ്ട് പാലക്കാട്? പാലക്കാട് കുഴപ്പമില്ല. മത്സരം എങ്ങനെയുണ്ട്? മത്സരം എങ്ങനെയുണ്ടെന്ന്? കുഴപ്പമില്ല, നല്ല മത്സരം. രാവിലെ വന്നല്ലേ? ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്നായിരുന്നു. പാലക്കാട്ടെ ചൂടാണോ തെരഞ്ഞെടുപ്പ് ചൂടാണോ ഇവിടെ മുന്നിൽ? രണ്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ. 2014 അപേക്ഷിച്ച് 2019 BJP വലിയ തോതിൽ വോട്ട് വിഹിതം കൂട്ടിയിരുന്നു പാലക്കാട്. ഇത്തവണ എങ്ങനെയാവും? ഇപ്രാവശ്യം വോട്ട് വീതം കൂടും, തീർച്ചയായും കൂടും. പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഷുവർ. ഇത്തരത്തിലുള്ള പോസിറ്റീവായ പ്രതികരണങ്ങളാണ് പൊതുവിൽ എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ചിത്രം. ശരി പ്രദീപ്, ഞാൻ ലിഷോയിലേക്ക് കൂടി ഒന്ന് പോകാം. ലിഷോയ്, പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ അതിഗംഭീരമാക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നത്. ഇപ്പോഴേ തന്നെ ആളുകൾ, പ്രവർത്തകരൊക്കെ റോഡിനും നിറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ തൃശ്ശൂരും പാലക്കാടുമായി പടർന്നു കിടക്കുന്ന ആലത്തൂർ മണ്ഡലത്തിലുമൊക്കെ ഇതിൻ്റെ ഒരു സ്വാധീനം ഒരുപക്ഷെ കണ്ടേക്കാം. എങ്ങനെയാണ് തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചും കൂടി പ്രധാനമന്ത്രി ഈ പരിപാടിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ, അല്ലെങ്കിൽ BJP പ്രവർത്തകർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? വലിയ ഒരു ജനാവലി തന്നെയാണ് ഇവിടെയും ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത ചൂടാണ് പാലക്കാട് ജില്ലയിലും ഉൾപ്പെടെ വലിയ ചൂട് അനുഭവപ്പെടുന്നു. പക്ഷേ അപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് പ്രധാനമന്ത്രിയെ കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 9:30 കൂടിയാണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒന്നിച്ചെത്തിയത്. ഒരു 9 മണിവരെയൊക്കെയും വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ റോഡിൻ്റെ വശങ്ങളിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം, പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് മണ്ഡലം വളരെയേറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും, ഈ പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കാൻ തന്നെ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെയുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയെ തന്നെ ഇവിടെ ഇറക്കി റോഡ് ഷോ നടത്തി അത്തരത്തിൽ കൂടുതൽ പ്രവർത്തകരെയും കൂടുതൽ വോട്ടും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളുടെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ളൊരു റാലി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പൊതുസമ്മേളനം ഇല്ല എന്നുള്ളത് ഒരു പ്രവർത്തകരെ സംബന്ധിച്ചൊരു നിരാശാജനകമായൊരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും, പക്ഷേ ഈ ഒരു റാലി കാണുന്നതിന് വേണ്ടിയും പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയും നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എവിടെന്നാ വരുന്നത്? കൊല്ലംകോട്. പ്രധാനമന്ത്രി നേരത്തെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഈ എന്താണ് പാലക്കാടത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് മൊത്തത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് അങ്ങനെ പറഞ്ഞാലൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നു, അത്ര എനിക്കറിയില്ല. ചേട്ടാ എങ്ങനെയുണ്ട് പാലക്കാട്? എങ്ങനെയുണ്ട് പാലക്കാട്? ഉഗ്രൻ. രാഷ്ട്രീയ പോരെങ്ങനെയാണ്? BJP ജയിക്കുന്ന ഉറപ്പ്. ഈ സാധാരണ പാലക്കാടിനെ സംബന്ധിച്ച് BJPക്ക് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പം വിജയരാഘവനാണ് LDFന്റെ സ്ഥാനാർത്ഥി, നിലവിൽ MP ആണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് ശരിക്കും ഇവിടുത്തെ? എന്ത് തന്നെ ആയാലും BJPക്കാണ് കൂടുതൽ സാധ്യത പാലക്കാടുള്ളത്. ഒരു 4 സീറ്റെങ്കിലും BJP പല ഭാഗങ്ങളിലായി പിടിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മോദി വരുന്നതൊക്കെ ഗുണം ചെയ്യുന്ന പറയുന്നപ്പോ തീർച്ചയായിട്ടും എന്താ സംശയം? വിജയരാഘവൻ MP കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഇവിടെ ജയിച്ചു പോയതാണ്. VS വിജയരാഘവനെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ചു പോയി. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഒന്നും നടപ്പിലാക്കിയില്ല. അതിനുശേഷം VSനോട് തോറ്റു. പിന്നെ ഈ പാലക്കാട് എന്ന മണ്ഡലത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ സെക്രട്ടറി ആയ ശേഷം അദ്ദേഹം സുഖമില്ലാതായപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയതുകൊണ്ടാണ് കുറച്ച് പേരെടുത്ത് വന്നത്. ഒരു കോപ്പൊന്നും കാണുന്നില്ല. ശരി, എന്തായാലും